social media different types of Quran recitation കണ്ടല്ലേ. സബഉ ഖിറാഅത്ത് ചൊല്ലാറ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലഹജാത്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഖിറാഅത്ത്. والضحى والليل إذا سجى ما ودعك ربك وما قلى. ഇങ്ങനെ നക്ക് പഠിപ്പാട്ടാത്ത രീതിയിൽ ഖുർആൻ ഓതിയോണ്ടുണ്ടോ? കരീബിയൻസ് അല്ലെങ്കിൽ അറബ്സ് അല്ലെങ്കിൽ മംഗോളിയൻസ് different kind of peoples ഉള്ളാരല്ല അങ്ങ് ഓതിരത്തിലും ചൊമ്മ ഡിഫറൻസ്. يا أيها الذين آمنوا استعينوا بالصبر والصلاة. മദീനത്തിലും മക്കത്തിലും ഓതിരെ ഖുർആന്റെ സ്റ്റൈൽ ആയിട്ട് ഖുർആന്റെ ഒരു പാട്ട് പോലെ നിങ്ങൾ പാടോ തീരാ. അത് മക്കത്തെ മദീനത്തെ ഇമാമൽ ഖാരി ഇങ്ങ ഓതുന്നത് പോലെയുള്ള സ്റ്റൈൽ ഓതോ തീരാ. ഭയങ്കര ക്ലീൻ ആയിട്ട് ഓതുണ്ടായിട്ട് ഡയലോഗ്. സോഷ്യൽ മീഡിയത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഖുർആൻ റെസിറ്റേഷൻ കണ്ടല്ലേ. ഫോർ എക്സാമ്പിൾസ് എല്ലാം ഉണ്ടായത് ഇതൊന്നും നോക്കാം. والضحى والليل إذا سجى ما ودعك. ഇതൊരു വിഷയത്തിൽ എന്തായാലും ഇത് ഞങ്ങള് ഖുർആനിലെ റിസൈറ്റേഷന്റെ ഡിഫറെന്റ് ടൈപ്സിൽ സ്റ്റൈൽസ് അല്ല, സ്റ്റൈൽസ് ഒന്നും മക്കാമത്ത്. ഇപ്പോൾ മക്കത്തെ ഇമാമാർ ഓരോ ഓരോ സ്റ്റൈൽസ് അതേ ബഗല്ല നിങ്ങൾ ചൊന്നത്. ഇതിപ്പോൾ സബഉ ഖിറാഅത്ത് ചൊല്ലാറ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലഹജാത്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഖിറാഅത്ത്. അപ്പോൾ ഇതിലിപ്പോൾ കണ്ടതുപോലെ വദ്ദുഹൈ ഉണ്ട്, ഞങ്ങളുടെ ആയിട്ടുള്ള അങ്ങനെയല്ല ഓരോ വദ്ദുഹൈ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. സോ ഇത് ബേസിക്കലി ഖിറാഅത്തിൽ സബഉ ഖിറാഅത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഖിറാഅത്ത് ഉണ്ട്, സ്റ്റൈൽസ് അല്ല, മഖാമത്ത് അല്ല. ദാറ്റ്സ് ഹോൾ ടുഗദർ എ ന്യൂ തിങ്. അപ്പോൾ ഇതെങ്ങനെ ചൊന്നെങ്കിൽ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിങ്ങൾക്ക് പഠിപ്പാട്ടിയതായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഖിറാഅത്ത്, ഡിഫറെന്റ് ടൈപ്സ് ചൊന്നെങ്കിൽ എല്ലാത്തിലുള്ള. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ, ഞങ്ങൾ ഒരു മാലികി യൗമിദ്ദീൻ, മലികി യൗമിദ്ദീൻ ചൊല്ലുക. സുറാത്തുൽ ലദീന അൻഅംത അലൈഹിം അലൈഹും തോതുക. സോ ഇത് എങ്ങനെ ഡിഫറൻസ് ബണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് പഠിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതായിട്ട്, അല്ലാണ്ട് ഇത് തപ്പല്ല, മിസ്റ്റേക്സ് ആയിട്ട് ബണ്ടതല്ല. ഇതിൽ 2-3 ഇൻസിഡൻസ് ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹും ഹിഷാം ഇബ്നു ഹക്കീം റളിയല്ലാഹു അൻഹും ഒട്ടിಗೆ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിഷാം ഇബ്നു ഹക്കീം റഹിമഹുല്ലാഹ് ഓദ്രയിൽ ചില ഡിഫറൻസസ് ഉമർ റളിയല്ലാഹു അൻഹു കണ്ട് നിസ്കാരം കഴിഞ്ഞ പുറത്ത് അതിലെ കോളർ കുടിച്ചാൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറ്റം പിടിച്ചുള്ളൂ. നബി ഇയാൾ നിങ്ങൾ നക്ക് പഠിപ്പാട്ടാത്ത രീതിയിൽ ഇയാൾ ഖുർആൻ ഓതിയോണ്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലു അതിലെ ബുഡർ കോളർ ബുഡർ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഓതിയേക്കും? അപ്പോൾ ഹിഷാം റളിയല്ലാഹു അൻഹു അയാൾ ഓതിയപ്പോൾ സ്റ്റൈൽ ഓതിനും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഹകദ ഉൻസിൽതു, ഇങ്ങനെ ആയിട്ട് നക്ക് ഖുർആൻ ഉണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ നിങ്ങൾ ഓതർ, നിങ്ങൾ എങ്ങനെ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഓതുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഹകദ ഉൻസിൽതു, ഇങ്ങനെ ഒന്നൊക്കെ എന്തായിട്ട് ഖുർആൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ ആയിട്ട് 2 സ്റ്റൈലിലും. അപ്പോൾ അതൊരു വേറൊരു വിഷയം. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുടെ ഒരു ഇൻസിഡൻസ് ഉണ്ട്. ഉബൈ ഇബ്നു കഅബ് ഇങ്ങനെ ഒരു പള്ളിയിൽ എന്തിച്ചിട്ട് ഖുർആനിൽ വന്നിട്ട് അവിടെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുട്ട വന്ന് നിസ്കരിക്കട്. അയാൾ നിസ്കരിക്കുന്ന ആയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ചില വേർഡ്സ് ഡിഫറെന്റ് ആയിട്ട് ഓതര കണ്ടത്. പിന്നെ ഒരു അൽബത്ത് അയാൾ നിസ്കരിക്കുമ്പോൾ വേറെ ടൈപ്പിൽ ഓതര കണ്ടത് ഡിഫറെന്റ്. ഉബൈ ഇബ്നു കഅബ് നിങ്ങൾ അഖറഉ ഹാദിഹിൽ ഉമ്മ, ഖുർആന്റെ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ആളിട്ട് ഫേമസ് ആയ സ്വഹാബിയായിട്ട്. അപ്പോൾ ഇങ്ങനെ ജണ്ടലം കൂട്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് വന്ന് കേട്ട് നിങ്ങൾ നക്ക് പഠിപ്പാട്ടാത്ത രൂപത്തിൽ ഇങ്ങനെ എന്താക്കിയുള്ള അറിഞ്ഞോ. സോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഓതറു, നിങ്ങൾ ഓതറു. അപ്പോൾ അയാൾ ഓതറു, 2ാമത്തെ ഓതറു, 3ാമത്തെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഓതറു. അങ്ങനെ 3 കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഹകദ ഉൻസിൽതു, ഇങ്ങനെ ഒന്നൊക്കെ എന്താക്കിയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഖുർആന്റെ ചില വേർഡ്സ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ ഇത് വേറെ വേറെ ഹദീസിൽ വന്നതോ, വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസ് ഉണ്ട്. ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന ഉൻസിലത അലാ 7 അഹ്റൂഫിൻ, 7 സ്റ്റൈലിൽ ഖുർആൻ വന്നത്. 7 സ്റ്റൈൽ ഈ 7 അഹ്റൂഫ് ചൊല്ലേക്ക് ഡിഫറെന്റ് ഓഫ് മാനേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ഓഫ് മീനിങ്സ് 40 അർത്ഥം ഉണ്ട്. ഇമാം ജസീർ റഹിമഹുല്ലാഹ് ചൊല്ലും അതിൽ. ബട്ട് ഇതിൽ കൊണ്ടാടുന്നത് ഖുർആന്റെ എല്ലാ വേർഡ്സും ഡിഫറെന്റ് ഉണ്ടുള്ളതല്ല. ചില ടൈമിൽ ചില വേർഡ്സ് എന്താക്കിയിട്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസിയേഷൻ, അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ്. അപ്പോൾ മലിക്കി ചൊന്നതുപോലെ അലൈഹിം ചൊന്നതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഹിജ്റ 304 മുഹമ്മദ് ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു വലിയ ഖുറ ആയിട്ടുള്ള അയാൾ സബഅത്ത് ഖിറാഅത്തിന്റെ ബഗയിൽ ഫസ്റ്റ് ഒരു വലിയൊരു വർക്ക് അയാൾക്ക് ഉണ്ട്. അതിൽ 7 പ്രധാനപ്പെട്ട അൽ ഖുറാഉ 7 ചൊന്നിട്ടു 7 പ്രധാനപ്പെട്ട ഇമാമുമാറുള്ളാറ്. 7 പ്രധാനപ്പെട്ട ഇമാം, ഈ ഓരോ ഇമാമുക്കും 2 റാവിമാറുള്ളാറ്. അങ്ങനെ ഈ ഇമാമിലിട്ട് ഇതാക്കി
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സബഅ ഖിറാഅത്ത് ഇതെല്ലാം എത്രയോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സോ എവറിത്തിങ് ഈസ് റൈറ്റ്, എല്ലാ ടൈപ്പും ചൈൻ റൈറ്റ് ആയിട്ട്. അങ്ങനെ ഈ 7 ഖിറാഅത്ത് ഇപ്പം ഞങ്ങളറായിട്ട് ഞങ്ങൾ ഓതുന്നത് സ്റ്റൈല് ഹഫ്സ് റളിയല്ലാഹു അൻഹു, നാഫിഉ മിൻ ഹഫ്സ് റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഓതുന്നത് വേറെ വേറെ സ്റ്റൈലും. നോർത്ത് ആഫ്രിക്ക നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ പോയാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെറിയ ഈ ഡിഫറൻസ് ഉള്ള ഭയങ്കര ഡിഫറൻസ് അല്ല, ബട്ട് ചെറിയ ചെറിയ ഡിഫറൻസ് നമുക്ക് തന്നെ കാണാം. ഈവൻ അറബ് കൺട്രീസിലും അത് ചില ജോഗ്രഫിയിൽ, അതായത് ഈ ഇമാമുമാർ എവിടെയുള്ള ഫേമസ് ആയിട്ടാറ്. സോ അങ്ങനെ ഖിറാത്ത് എന്തായിട്ട് അങ്ങ് പഠിപ്പാട്ടിയ ഖിറാത്ത് എന്തായിട്ടത് ഫേമസ് ആയിട്ടുള്ളത്. സോ ഇത് ഞാനിപ്പോൾ ചൊന്നത് ഇതിനെ ബഗ്ഗെയുള്ള സബഅ ഖിറാത്തിനെ ബഗ്ഗെയുള്ള ഭയങ്കര ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രം. ഇത് ഭയങ്കരമായിട്ടുള്ള കാരണം ഇതിന്റെ ബഗ്ഗെ ചുമ്മാ കിതാബ് ഇമാം ഷാത്തിബി റഹിമഹുള്ളയുടെ കിതാബുണ്ടോ, ഇമാം അൽ ജസരി റഹിമഹുള്ളയുടെ കിതാബുണ്ടോ, ഇതിന്റെ ബഗ്ഗെ ഭയങ്കര വിശദീകരിച്ചിട്ട്. സോ ഇത് ജസ്റ്റ് ഒരു ഗുന്താവുബനായിട്ട് മാത്രമേ ഇതിങ്ങനെ വിശദീകരിച്ചത് മാത്രം. ഇതിപ്പോൾ ഞങ്ങൾ റെസൈറ്റ് ആക്കിയ വിശേഷിച്ചത് ഓരോ വേർഡ്സിലും റെസൈറ്റ് ആക്കിയ വിശേഷിച്ചത്. ബട്ട് ഞങ്ങൾ ഇപ്പോൾ ഓരോ കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ കരീബിയൻസ് അല്ലെങ്കിൽ അറബ്സ് അല്ലെങ്കിൽ മംഗോളിയൻസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉള്ളവരല്ല അങ്ങ് ഓതിരത്തിലും ചുമ ഡിഫറൻസ്. അത് ഞാൻ ഈ ചൊന്നതില് ഈ 7 ഖിറാഅത്തിൽ ഏതെങ്കിലും ഒരു ഖിറാഅത്ത് ആയിട്ട് അങ്ങ് ഓതിരുന്നത് എല്ലാം പ്രോപ്പർ ആയിട്ട് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഈ 7 ഖിറാഅത്തും പ്രോപ്പർ ആയിട്ടുള്ള